മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അഥവാ ഹബീബായ തങ്ങളെ നരകത്തുനിന്ന് കാക്കണേ, അതാണല്ലോ ഏറ്റവും വലുത്. അതിനെടുക്കുക, നമ്മൾ ഏറ്റവും ടോപ്പ് ഇസ്തിഗാസ ചെയ്യുന്നവരാണ്. അപ്പൊ നരകത്തുനിന്ന് കാക്കണേ, രോഗം മാറ്റലൊക്കെ പിന്നല്ല, അതടക്കട്ടെ. നരകത്തുനിന്ന് കാക്കണേ എന്ന് പറയുകയാണെങ്കിൽ അത് ശിർക്കൊന്നുമല്ല. കാരണം എന്താ? അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാനോട് പറഞ്ഞിട്ട് എന്നെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തി തരണേന്നാണ്. അതുകൊണ്ട് അത് ശിർക്കൊന്നുമല്ല. അവിടെ ഞങ്ങളെ ചോദ്യം, ഞങ്ങൾ പറയുമ്പോൾ റസൂലെ നരകത്തുനിന്ന് കാക്കണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്ക് നരകത്തുനിന്ന് കാക്കാനുള്ള കഴിവുണ്ട്, ആ മഖാമിലാണ് അങ്ങുള്ളത്. അള്ളാഹു തന്നെ പറയേണ്ടില്ല, അങ്ങേക്കതിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ നേരിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ എന്നാണ് ഞങ്ങളാ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ മുശ്രിക്കാണ് എന്ന് പറയാൻ കുറ്റ്യാടിക്കാരന് ഉറപ്പുണ്ടെങ്കിൽ പറയും. നോക്കുങ്ങൾ, ആ വാക്ക് പറയുന്നവർക്കൊക്കെ ഈ അർത്ഥം വെച്ചു കൊടുക്കണം എന്നാണ് അയാൾ പറയുന്നത്. നേരെ അർത്ഥം വെച്ചാലോ? ഞങ്ങൾ നേരെ അർത്ഥം വെക്കണ്, നിങ്ങൾക്ക് എന്താണല്ലോ പറയാനുള്ളത്? ഞങ്ങൾ നേർക്കുള്ള അർത്ഥം വെക്കണം. എന്നിട്ട് ഇങ്ങനെ ഇസ്തിഗാസയും തവസ്സുലും പറഞ്ഞ ആളുകളെ വസ്വാസാക്കുക. കേൾക്കണോന് ആ ഇസ്തിഗാസ പറയുന്നുണ്ടല്ലോ, ഇവൻ എല്ലാത്തിൻ്റെ അർത്ഥം മാറ്റിയിട്ടാണ് പറയുന്നത്. ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാട്. എന്നിട്ട് രണ്ടാമത് പറഞ്ഞ പോയിന്റ് ഏതാ? അങ്ങനെ ഉദ്ദേശത്തിൽ പറഞ്ഞാൽ മുശ്രിക്കൊന്നാവൂല, എന്നാലും തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി നേരെ പറയുന്ന വാചനങ്ങൾ ഒഴിവാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ബദരീങ്ങളാൽ തുണ റബ്ബന എന്ന് പറയുന്ന പോലെ ഇസ്തിഗാസയുടെ ലഫ്ള് ഒഴിവാക്കി തവസ്സുൽ കൊണ്ട് പറയണം. ഇയാൾ പറയുകയാണ്, അല്ലാതെ പറഞ്ഞാൽ തെറ്റിദ്ധാരണ വരും. അവിടെയാണ് ഞങ്ങളുടെ ചോദ്യം. മങ്കൂസ് മൗലിദല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞത്? ഇനി എടുക്ക് നിങ്ങൾ ശറഫൽ അനാം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി യാ നബി സലാം യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം സ്വലവാത്തുല്ലാഹി അലൈക്കും അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീകാ ഖദ് അഹ്സൻതു വന്നി യാ ബശീറു യാ നദീറു. നേർക്ക് നേരെ ഒരു ഇടപെടലുമില്ല, അവിടെ ഒന്നുമില്ല, നേരെ നബിയാ